പച്ചക്കറിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ഈ കളറുകളാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ദോശകൾ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്, കളർഫുള്ളായിട്ടില്ലേ. ഏവർക്കും ഓണറൂഫിലേക്ക് സ്വാഗതം. ഞാൻ അബു. അപ്പോൾ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതും ഭക്ഷണ പരീക്ഷണങ്ങൾക്ക് പിടിയും തരാത്ത ഒരു ഐറ്റമാണ് നമ്മുടെ ദോശ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഏകദേശം 6 കളറിൽ വെറൈറ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വ്യത്യസ്തമായ പാചക പരീക്ഷണ വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള കളർ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം മത്തൻ കൊണ്ട് മഞ്ഞ കളർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അടുത്ത് ബീട്രൂട്ട് കൊണ്ട് വയലറ്റ് കളറ്. പിന്നെ അടുത്ത് മിൻറ്റ് കൊണ്ട് ഗ്രീൻ കളറ്. പിന്നെ ക്യാരറ്റ് കൊണ്ട് ഓറഞ്ച് കളറ്. ടൊമാറ്റോ കൊണ്ട് റെഡ്, പക്ഷേ ഇത് ഫുൾ റെഡ് ആയിരിക്കില്ല, ഒരു പിങ്കിഷ് ആയിട്ട്. പച്ചക്കറിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ഈ കളറുകളാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ആദ്യം മഞ്ഞ കളർ ദോശ ഉണ്ടാക്കും. പംകിൻ ദോശ അഥവാ മത്തൻ ദോശ. നല്ല പോലെ ഇളക്കി കൊടുക്കുക. അടുത്തത് വയലറ്റ് കളർ ബീട്രൂട്ട് ദോശ. ബീട്രൂട്ടിൻ്റെ കളർ എന്തായാലും ഒരു കിടിലനാണ്. ഏകദേശം 2 കരണ്ടി മാവുണ്ട് ഇതിനകത്ത്. മാവിൽ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. അടുത്തത് ഗ്രീൻ പുതിന ഫ്ലേവറുണ്ട്. മിൻറ്റ് ദോശ. വെള്ളം കൂടിയാൽ കുറച്ച് മാവ് കൂട്ടി കൊടുക്കുക. നമ്മുടെ ഇതിൽ കുറച്ച് ചെറിയ വെള്ളം കൂടി നമ്മൾ കട്ടിയാക്കി എടുക്കും. അടുത്തത് ഓറഞ്ച് കളറിന് ക്യാരറ്റ് മിക്സ്. ക്യാരറ്റിൻ്റെ ജ്യൂസ് ഇട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓറഞ്ചിൻ്റെ ഒരു ഡിമ്മായിട്ടുള്ള കളർ. അടുത്ത ഒരു പിങ്കിഷ് റെഡ് കളറ്, തക്കാളിൻ്റെ ഫ്ലേവറാണ്. ഇതും ഏകദേശം റോസ് കളറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം മാവെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നമ്മുടെ ദോശക്കല്ലിൽ കുറച്ച് എണ്ണ ഇങ്ങനെ ഉള്ളിയിൽ മുക്കി ഇങ്ങനെ വട്ടത്തിലൊന്ന് എണ്ണ തേച്ച് കല്ലൊന്ന് മയപ്പെടുത്തിയെടുക്കുക. ഈ ഉള്ളിയിൽ എണ്ണ തേച്ച് മയപ്പെടുത്തുന്ന ഒരു ഓൾഡ് സ്റ്റൈൽ മെത്തേഡാണ്. കേട്ടക്കട്ട ഒരു വെറൈറ്റി വേണ്ടതേ. മാവ് ഇങ്ങനെ ഒഴിച്ച് നമ്മൾ ദോശ പരത്തുന്നതിന് വലിയ എക്സ്പേർട്ടൊന്നുമല്ല. ഒരൊറ്റ ദോശ മാവ് കൊണ്ട് നമ്മൾ ഏകദേശം ഒരു 6 കളറിലുള്ള ദോശയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. പച്ചക്കറിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത കളറായതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. അടുത്ത് വയലറ്റ് കളറ് മാവ് ഇങ്ങനെ എടുത്ത് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കല്ല് നന്നായി ചൂടായിട്ടുണ്ട്. അടുത്ത് പച്ച കളർ ദോശ ഇട്ടിട്ട് അപ്പോൾ നമ്മളിന്ന് എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, ഒറ്റയ്ക്കാണ് ഷൂട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നടക്കൂല. അടുത്തോട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നമുക്ക് അഭിപ്രായം പറയാം. അടുത്ത് ക്യാരറ്റിൻ്റെ ദോശയാണ്. ആശാന ഒരു പിങ്ക് കളറിലാണ് ഉള്ളത്. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഓറഞ്ച് കിട്ടിയിട്ടില്ല. അടുത്തത് ടൊമാറ്റോ. തക്കാളിയും ഏകദേശം ഒരു റോസ് പരുവത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ദോശയും ചുട്ടെടുത്ത് കഴിഞ്ഞു. അവസാനം പ്ലെയിൻ ദോശയും ചുട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ കളർ ദോശ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് തീർച്ചയായും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ദോശകൾ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ടില്ലേ. ഏകദേശം ഇരുട്ടിച്ചു. അപ്പോൾ നമ്മളൊന്ന് എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇതാ ഈ കാണുന്നത് ബീട്രൂട്ട്, ഈ കാണുന്നത് മത്തൻ, ഈ കാണുന്നത് പ്ലെയിന്, ഈ കാണുന്നത് മിൻറ്റിലുണ്ടാക്കിയത്, ഇത് ഈ കാണുന്നത് നമ്മുടെ ടൊമാറ്റോയിൽ, ഇത് ഈ കാണുന്നത് നമ്മുടെ ക്യാരറ്റിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വെറൈറ്റി ദോശ പരീക്ഷണം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ദെൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.